നവകേരള സദസ്സ് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രനാളും മലയാളികൾക്കും പിണറായിക്കും CPM-നും എല്ലാം പറയാൻ ഒരു ഉത്തരമുണ്ടായിരുന്നു. ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിച്ച് അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുക എന്നതാണ് നവകേരള സദസ്സ് കൊണ്ട് പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് വരെയുള്ള കാര്യം. എന്നാൽ പിന്നീട് നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കാതെ മറ്റു ഉദ്യോഗസ്ഥർ പരാതി സ്വീകരിക്കുന്ന അവസ്ഥയായിരുന്നു കേരളം കണ്ടത്. എന്നാൽ ഇനി നവകേരള സദസ്സിൽ പരാതിയുമായി ആരും പോകേണ്ട. അതിന് പരിഹാരമുണ്ടാക്കലല്ല നവകേരള സദസ്സിന്റെ ലക്ഷ്യം. നവകേരള സദസ്സിൽ പരാതിക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ. ആവശ്യങ്ങളും പരാതികളുമായി ജനങ്ങൾ നൽകുന്ന കടലാസുകളെ അപേക്ഷ അല്ലെങ്കിൽ നിവേദനം എന്നീ പേരുകളിലേ വിളിക്കാവൂ. രസീതിലും അപേക്ഷ സ്വീകരിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തേണ്ടത്. പരാതി സ്വീകരിച്ചു എന്ന് എഴുതാൻ പാടില്ല. ഇനി നവകേരള സദസ്സിൽ ആര് പരാതിയെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി അത് വീണ്ടും തിരുത്തും. നവകേരള സദസ്സിന്റെ പ്രധാന ലക്ഷ്യം പരാതി സ്വീകരിക്കലല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പാലായിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ അവഗണന, സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നിവ ജനങ്ങളെ അറിയിക്കലാണ് നവകേരള സദസ്സ് കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്. അതായത് നവകേരള സദസ്സ് എന്നത് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഒരു രാഷ്ട്രീയ പ്രചരണ യോഗം മാത്രമാണെന്ന് സാരം. ഇതോടെ നവകേരള സദസ്സിൽ കിട്ടുന്ന പരാതികളിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നതും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സദസ്സ് പരാതി നൽകാനുള്ള വേദിയാണെന്ന് പറഞ്ഞ സ്വാഗത പ്രാസംഗകൻ തോമസ് ചാഴിക്കാടൻ MP-യെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വരുന്നവർക്ക് പരാതി ഉണ്ടെങ്കിൽ നൽകാമെന്നും പരാതികൾ നൽകാൻ വേറെയും വഴികളുണ്ടെന്നു കൂടിയാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. കൗണ്ടറുകളുടെ മുന്നിൽ പരാതി സ്വീകരിക്കുന്ന ഇടം എന്ന് എഴുതി വെക്കരുതെന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നവകേരളം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ വ്യക്തത വരുത്തൽ. നവകേരള സദസ്സിന് ശേഷം പരാതികൾ പരിഹരിച്ചതിൽ വിവരാവകാശ ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് പരാതിയെ നവകേരള സദസ്സിൽ നിന്നും മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനും എതിരായ കടന്നാക്രമണം മാത്രമായി ഇനി നവകേരള സദസ്സ് മാറും. അതായത് പ്രതിപക്ഷവും മറ്റ് പാർട്ടി നേതാക്കളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ വരുന്ന ഇലക്ഷനിലേക്കുള്ള പ്രചരണം മാത്രമായി ഇനി നവകേരള സദസ്സ് മാറും.